നിങ്ങൾക്കൊരു കാര്യം അറിയോ, 3D സിനിമകളിലൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും ഡോൾബി സിനിമ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ 2 സ്ഥലങ്ങളിൽ ഡോൾബി സിനിമ വരുന്നുണ്ട്. ഞാൻ ഇന്ന് പൂനെയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾബി സിനിമയിൽ നിന്നാണ് ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് കണ്ടത്. എൻ്റെ ലൈഫിൽ ഇത്രയും ഇമ്മേഴ്സീവ് ആയിട്ടുള്ള, അതായത് ഞാൻ 3D ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, ഞാൻ ഓൾറെഡി ഒരു സ്പെക്ക് ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് തന്നെ അതിന് മുകളിൽ ഒരു സ്പെക്ക് വെച്ച് അപ്പോൾ അങ്ങനെ കാണുമ്പോൾ 3D കാണുമ്പോൾ വീണ്ടും ഇരുണ്ട് പോകും. പക്ഷെ ആ ഇരുണ്ട് പോകുന്നു എന്നുള്ളൊരു കാര്യം ഇവിടെ ഇല്ല, അങ്ങനെ ഒരു കാര്യമേ ഉദിക്കുന്നില്ല. നമ്മൾ ഗ്ലാസ് മാറ്റിയിട്ട് നോക്കുമ്പോഴും ഗ്ലാസ് വെച്ചിട്ട് നോക്കുന്ന തമ്മിൽ ചെറിയ ഒരു 0.5 വ്യത്യാസം മാത്രമുള്ള ഒരു ഫോർമാറ്റാണ് ഈ ഡോൾബി സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഡോൾബി സിനിമയും ഐമാക്സും എക്സ്പീരിയൻസ് ചെയ്തവർ ഡോൾബി സിനിമയാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നുണ്ട് 3Dയുടെ കാര്യത്തിൽ, അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഞാനിന്ന് ഡോൾബി സിനിമ കണ്ടു. ഞാൻ നാളെ ഐമാക്സ് 3Dയിൽ ഈ സെയിം ഫിലിം തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ എൻ്റെ വകയായിട്ടും വരുന്നുണ്ട്, ഏതായിരിക്കും ബെസ്റ്റ് എന്നുള്ളത് ഞാൻ അപ്പോൾ പറയാം. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഈ ഡോൾബി സിനിമ, ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ റിവ്യൂ ആണ് നിങ്ങൾക്ക് കേൾക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് ഏത് ടൈമിലാണ് ആ റിവ്യൂ വരുന്നതെന്ന് പറയാം. നിങ്ങൾ ഡയറക്റ്റായിട്ട് അത് കേട്ടാൽ മതി. ഞാനിവിടെ പൂനെ സിറ്റി പ്രൈഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾബി സിനിമ തിയേറ്റർ സ്ക്രീൻ ഇവിടെ ഉള്ളത്. അപ്പോൾ അവിടെ വന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ആദ്യം വരുന്നത്, അതിനുശേഷമായിരിക്കും റിവ്യൂ പറയുന്നത്. നിങ്ങൾക്കും എന്നെ പോലെ ഈ പൂനെയിലുള്ള സിറ്റി പ്രൈഡിലേക്ക് വരാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രാവൽ പ്ലാൻ ഞാൻ അതിനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതായത് മുംബൈയിൽ വന്നിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മുംബൈയിൽ നിന്ന് മുംബൈ എയർപോർട്ടിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലാണെന്നുണ്ടെങ്കിൽ പൂനെയിലേക്ക് എങ്ങനെ വരാമെന്നുള്ളത്, ലോക്കൽ ട്രെയിനിൻ്റെയൊക്കെ വളരെ ഏത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എങ്ങനെ പോകണം എന്നുള്ളത് തുടങ്ങിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ട്രാവൽ ഗൈഡ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അത് പൂനെയിലേക്ക് എന്ന് പറയുന്നത് 110 രൂപയുള്ളൂ. ഇൻ്റർസിറ്റിയിൽ നമുക്ക് ഇവിടെ വന്ന് ഇറങ്ങാം. ഇവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30 രൂപ ബസ്സിന് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിറ്റി പ്രൈഡ് ഈ കാണുന്ന ഷോപ്പിംഗ് മോളിലെത്താം. ഇവിടെ പടം കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അതേപോലെ തന്നെ തിരിച്ചു പോകാവുന്നതേ ഉള്ളൂ. ട്രാഫിക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആണെന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ടൈമിംഗ് നോക്കണം, തിരിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ട്രാവൽ പ്ലാനും കൂടി ഞാൻ അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പൂനെയിലുള്ള നാത്തി പ്ലാസയിലാണ് നമ്മളുടെ ഈ ഡോൾബി സിനിമ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡോൾബി സിനിമയാണ് ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ കാണുന്നതിൻ്റെ വെസ്റ്റ് എൻട്രൻസ് ആണ്. ഇപ്പോൾ 7 സ്ക്രീൻ മൾട്ടിപ്ലെക്സ് ആണ് സിറ്റി പ്രൈഡ് എന്ന് പറയുന്നത്. ഈ LED സ്ക്രീൻ PVRലുള്ള പോലെ അല്ല, കുറച്ചുകൂടെ വലുതാണ്. ഇവരുടെ ഇനോഗ്രൽ ഓഫറിനുള്ള കുറച്ച് റേറ്റ് കുറച്ച് കുറവുണ്ട് ആക്ച്വലി. പിന്നെ PVRലുള്ള പോലെ അത്ര കത്തിയല്ല. ഈ സൈൻസ് ഉണ്ട് വാഷ്റൂമിൻ്റെ, ജെൻസ്, ലേഡീസ്, ട്രാൻസ്ജെൻഡേഴ്സ്, ഹാൻഡിക്യാപ്സ്. ഫീമെയിൽ ടോയ്ലറ്റ്, അത് മെയിൽ ടോയ്ലറ്റ്. ഇത് കണ്ടോ, LGBTQS. എൻ്റെ ഗ്ലാസ് വരുന്നിട്ട് ഡോൾബിയുടെ. ഒരു ഡോർ കഴിഞ്ഞ് വേറൊരു ഡോറും കൂടി ഉണ്ട്. സ്ക്രീൻ സൈസ് അത്യാവശ്യം കൊള്ളാവുന്ന സ്ക്രീൻ സൈസ് തന്നെയാണ്. നമ്മളുടെ കൊച്ചിയിലുള്ള സിനിപോളിസിൻ്റെ ഐമാക്സ് ഏകദേശം അത്രയും സ്ക്രീൻ സൈസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയത്. എൻ്റെ ഹൈറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഈയുടെ അവിടെ എൻ്റെ കൈ എത്തേ ഉള്ളൂ. അത് മുകളിലേക്ക് നോക്കി. ഈ അറ്റത്ത് ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അറ്റം വരെയുണ്ട്. ഒരു കേർവ്ഡ് സ്ക്രീൻ, വളരെ വലുതാണ്. അപ്പോൾ ആ സീറ്റ് അവിടേലേക്ക് കൈ എത്തുകയും കൂടി ഇല്ല. ഇവിടെ എത്തുള്ളൂ. മുകളിലേക്ക് നോക്കി. ഇതാണ്. സീറ്റ്സ് അത്യാവശ്യം കംഫർട്ടബിൾ തന്നെയാണ്. ലെഗ് സ്പേസ് ഉള്ള സീറ്റിന് സെപ്പറേറ്റ് ഒരു എക്സ്ട്രാ ചാർജ് ചെയ്യുന്നുണ്ടെന്ന് മാത്രം. കൊള്ളാം. This is Dolby Cinema.
It's just the beginning of Dolby Vision. Because what you thought was black isn't. This is black. This is contrast that reveals details deeper than any image you've seen on a screen. This is luminance that means the difference between white and pure energy. Energy that is about to reveal an entire universe of color you've never experienced in the cinema. ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് മാർവലിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. കാരണം കുറച്ച് നാളുകളായിട്ട് മാർവലിന്റെ സിനിമകളും അല്ലെങ്കിൽ സീരീസുകളാണെങ്കിലും നല്ല പേരൊന്നും കിട്ടുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല പടം വന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് ആർ ഡി ജെനെ വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്ത് ഡോക്ടർ ഡൂം എന്നൊരു ക്യാരക്ടറെ റീഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാർവലിന്റെ ഈ പുതിയ ഫേസ് ഈ സിനിമയിലൂടെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഡോക്ടർ ഡൂം എന്ന് പറയുന്ന ക്യാരക്ടർ അത് ഫാന്റാസ്റ്റിക് ഫോറിന്റെ സിനിമയാണ്. ഈ സിനിമ നോർമലി ഉള്ള നമ്മളുടെ ടൈം ലൈനിൽ നടക്കുന്നത്, അതായത് ഈ അവഞ്ചേഴ്സ് ഒക്കെ ഉള്ള ആ ഒരു യൂണിവേഴ്സിൽ നടക്കുന്ന കഥയല്ല. ഈ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്ന സിനിമ മാർവലിന്റെ ബാക്കിയുള്ള പടങ്ങളൊന്നും കണ്ടില്ലെങ്കിലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റാവുന്ന ഒരു പടമാണ്. അപ്പോൾ ഇത് എർത്ത് 228 നടക്കുന്ന ഒരു റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് ആ കാലഘട്ടത്തിൽ നടക്കുന്ന 60കളാണെങ്കിലും അവരുടെ ടെക് ഒക്കെ കുറച്ചുകൂടി ഇതായിരിക്കും. റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ. അതിൽ നടക്കുന്നൊരു കഥയാണ് ഈ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് പറയുന്നത്. ഈ സിനിമയുടെ പോസിറ്റീവ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഇവർ 4 പേരും തമ്മിലുള്ള ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് പ്രേക്ഷകരിൽ ഇവർക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് വല്ലാത്തൊരു ഇമോഷണൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു പ്ലാസ്റ്റിക് സീനുകളൊന്നും എഴുതിച്ചെടുക്കുക, അത് വളരെ നാച്ചുറലായിട്ട് ഇങ്ങനെ സീനുകൾ 1 by 1 ആയിട്ട് ഇങ്ങനെ വരുന്നത് കാണാൻ തന്നെ ഒരു സുഖമായിരുന്നു. അപ്പോഴാണ് കോമിക്കിൽ നിന്നുള്ള മാറ്റം എന്ന് പറയാവുന്ന ഷെല്ലാബാൽ എന്ന ക്യാരക്ടർ ഇവിടെ സിൽവർ സൾഫർ ആയിട്ട് വരുന്നത്. ആ സീൻ മുതൽ പടം നല്ല രീതിയിൽ എൻഗേജിങ് ആവുന്നുണ്ട്. ഈ ഗലാക്ടസ് എന്നുള്ള പ്രധാനപ്പെട്ട വില്ലൻ, ആ കോസ്മിക് ബീയിങ്ങിനെ കാണാൻ പോകുന്നത്, അതിനുശേഷം ഈ ഷെല്ലാബാൽ അതായത് സിൽവർ സൾഫർ അവരെ ഫോളോ ചെയ്യുന്നത്, അതിനുശേഷമുള്ള ഒരു ഡെലിവറി സീൻ എന്നുള്ള ആ ഒരു സീൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ സ്റ്റേജിങ് ആണെങ്കിലും ആ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതിയാണെങ്കിലും. അപ്പം ഞാൻ പറഞ്ഞത് 3Dയിൽ ഈ പറയുന്ന ഒരു വേൾഡ് ഉണ്ടല്ലോ, ആ വേൾഡ് വളരെ ഇമേഴ്സീവ് ആയിട്ട് കാണാൻ പറ്റും. ആ ഒരു മൊത്തം സീക്വൻസ് ഗലാക്ടസിനെ കാണാൻ പോകുമ്പോഴുള്ള ആ ഒരു CGI, ആ VFX, ആ ഒരു വേൾഡ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഈ ഡോൾബി സിനിമയിൽ ഈ 3Dയിൽ ഇമേഴ്സീവ് ആയിരുന്നു. കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ മാർവലിന്റെ എല്ലാ പടങ്ങളും തിയേറ്ററിൽ ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും 3D തന്നെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ഇതുപോലുള്ളൊരു വേൾഡ്, ആ വേൾഡ് സെറ്റിങ് കാണാൻ തന്നെ ഗംഭീരമായിരുന്നു. അതിനുശേഷം വരുന്ന സിൽവർ സർഫർ അവർ ചേസ് ചെയ്യുന്ന ഒരു സീൻസ് ഉണ്ട്, വോം ഹോളൊക്കെ പോലത്തെ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ ആ ഒരു വിഷ്വൽ മാർവൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന ആ രീതിയിലൊക്കെയുള്ള സീനാണ് വരുന്നത്. അതായത് ഈ മൊത്തം സ്റ്റേജിങ്, ഈ സീനുകളെല്ലാം ഗംഭീരമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഈ ഡോൾബി സിനിമയിൽ മാത്രമല്ല ഐമാക്സിലും കിഡിലായിരിക്കും. ഐമാക്സിലാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എക്സ്ട്രാ ഫൂട്ടേജ് കിട്ടും. ഐമാക്സിന്റെ റിവ്യൂ ഞാൻ ഇതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇടുന്നുണ്ട്. പിന്നെ തങ്ങളുടെ ഭൂമി നേരിടാൻ പോകുന്ന ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു പ്ലാനിങ്, അതിന്റെ ഒരു എക്സിക്യൂഷൻ എന്നുള്ള രീതിയിൽ സെക്കൻഡ് ആക്ട് ആണെങ്കിലും ഫൈനൽ ആക്ട് ആണെങ്കിലും ഈ സിനിമ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അതിന്റെ കാരണം ഈ സിനിമയിലെ ഇമോഷൻ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, കുറവുകളൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ സിനിമയിൽ കുറവുകളുണ്ട്. കാരണം മാർവലിന്റെ എല്ലാ സിനിമകളും പോലെ തന്നെ ഈ സിനിമയും നല്ല പോലെ പ്രഡിക്റ്റബിൾ ആണ്. പിന്നെ റീഡ് റിച്ചാർഡ്സ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, പുള്ളി ഭയങ്കര ബുദ്ധിമാൻ എന്നുള്ള രീതിയിലാണ് കോമിക്സ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. പക്ഷെ അതിനുതകുന്ന രീതിയിലുള്ള സീനുകളൊന്നും, അത് വളരെ ബ്രില്യൻസ് ആയിട്ടുള്ള സീനുകളൊന്നും ഈ സിനിമയിൽ വന്നു പോകുന്നില്ല. പിന്നെ മാർവൽ സ്ഥിരം കാണിക്കുന്ന പോലെ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറിന്റെ സാക്രിഫൈസ്, ആ രീതിയിലെ സംഭവങ്ങളും അതും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിലെ വില്ലനെ പരാജയപ്പെടുത്തുന്ന രീതി എന്ന് പറയുന്നത് വളരെ ഓൾഡ് സ്കൂൾ ആ കൈൻഡ് ഓഫ് സംഭവങ്ങളാണ്. അതിനകത്ത് ത്രില്ലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ
എൻഗേജിങ് ആയിട്ട് നമ്മളിങ്ങനെ ഈ എഡ്ജ് ഓഫ് ദ സീറ്റ് എന്നൊക്കെ പറയൂലേ, ആ രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഈ സിനിമയിൽ വരുന്നില്ല. പക്ഷേ ഈ കുറവുകളൊന്നും നമുക്കൊരു കുറവുകളായിട്ട് തോന്നുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സിനിമയിൽ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ ആർക്കാണ്. ഇവർ റീഡ് റിച്ചാർഡ്സിനെ അവതരിപ്പിച്ചിരിക്കുന്നത് പെഡ്രോ പാസ്കലാണ്. പെഡ്രോ പാസ്കൽ കറക്റ്റ് ബിലീവബിൾ ആയിരുന്നു. കാരണം ആ ചില സിറ്റുവേഷനിൽ ഇമോഷണൽ സീനുകളിൽ പുള്ളിയുടെ ഒരു റിയാക്ഷൻ കാര്യങ്ങളെല്ലാം റീഡ് റിച്ചാർഡ്സ് എനിക്ക് തോന്നുന്നു ഇതുവരെ വന്ന ഫാന്റാസ്റ്റിക് ഫോർ പടങ്ങളിലെ ഏറ്റവും നല്ല റീഡ് റിച്ചാർഡ്സ് തന്നെയാണ്. പുള്ളി അത് പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വനസ കിർബിയുടെ സ്യൂ എന്ന് പറയുന്ന ക്യാരക്ടർ കുറേ നാളുകൾക്ക് ശേഷം മാർവൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു നല്ലൊരു ഫീമെയിൽ ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറിനും ഹീറോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ആണുങ്ങൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും നമുക്കിങ്ങനെ ഏച്ച് കിട്ടിയാൽ മുഴച്ചു നിൽക്കും ഫീല് കാര്യങ്ങളൊന്നുമില്ല. ആ സീൻ, ആ ഹീറോയിസം, ആ മൊമെന്റിൽ അത് അർഹിക്കുന്ന രീതിയിൽ വളരെ കിഡിലനായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലേഡി ക്യാരക്ടറിന്റെ ഈ ക്യാരക്ടർ ആർക്ക് വളരെ നന്നായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബെന്റെ ക്യാരക്ടർ ചിലപ്പോൾ ഇപ്പോൾ സെൻറ്റി അടിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ആ രീതിയിലോട്ടൊന്നും പോകുന്നില്ല. ദ തിങ് ഈസ് എ തിങ്, ആ രീതിയിലാണ് പോകുന്നത്. പിന്നെ ഹ്യൂമൻ ടോർച്ച് ജോണി എന്ന് പറയുന്ന ക്യാരക്ടർ ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സീൻ ഉണ്ട്. ആ പ്രധാനപ്പെട്ട ഒരു സീൻ ജോണിയാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അത് ഭംഗിയായിട്ടുണ്ട്. അതിന്റെ ജോസഫ് ക്യൂന്റെ പെർഫോമൻസും വളരെ നന്നായിരുന്നു. പിന്നെ ജൂലിയ ഗാർണറിന് കൊടുത്തിരിക്കുന്ന വേഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷല്ലാബാലിന് സിൽവർ സൾഫർ ആക്കിയിട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പടത്തിൽ അതൊരു ജെൻഡർ സ്വാപ്പ് നടത്തിയതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിനിമ ആണ്, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കഥ, അത് ഈ വിഷ്വലി നല്ല സ്റ്റണ്ണിങ് ആയിട്ട് ആ വേൾഡ് ബിൽഡിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നതൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ഇമോഷൻ പക്കയായിട്ട് വർക്കായിട്ടുണ്ട്. ഇതിൻ്റെ ക്യാരക്ടർ ആർക്ക് നന്നായിട്ടുണ്ട്, പെർഫോമൻസ് നല്ലതാണ്. ഈ രീതിയിലെല്ലാം ഇവർ എല്ലാം കൊണ്ടും കയ്യടി നേടി എന്ന് തന്നെ പറയാം. പിന്നെ 2 ക്രെഡിറ്റ് സീനുകളുണ്ട്. അതായത് ഒന്നും മിഡ് ക്രെഡിറ്റ് സീനാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം എന്തായിരിക്കും ഈ നടക്കാൻ പോകുന്നത്, ഊഹിക്കാവുന്നുള്ളൂ, സിമ്പിളാണ്. പിന്നെ വലിയ നൊസ്റ്റാൾജിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസ്റ്റ് ക്രെഡിറ്റ് സീനിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകാം. ഈ ഫാന്റാസ്റ്റിക് ഫോർ ചെറുപ്പത്തിൽ ടി വിയിലൊക്കെ കണ്ട അതിൻ്റെ കാർട്ടൂണൊക്കെ കണ്ടുള്ളവർക്ക് നൊസ്റ്റാൾജിയ കിട്ടുന്ന ഒരു സംഭവമാണെന്നുള്ളൂ. ഇത് വലിയ സ്പോയിലറൊന്നും അല്ല. ഇപ്പം തന്നെ ഓൾറെഡി എക്സിൽ ഓൾറെഡി ഔട്ടായി കഴിഞ്ഞു. അപ്പോൾ ഇതായിരുന്നു ഡോൾബി സിനിമയുടെ റിവ്യൂ എന്ന് പറയുന്നത്. ഇനി ഐമാക്സ് 3Dയുടെ റിവ്യൂ വരും. അതിനുശേഷം ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കമ്പാരിസൺ പോസ്റ്റ് ഞാൻ ഇടുന്നതാണ്. അതിനുശേഷം ഒരു നോർമൽ സ്ക്രീനിലും കൂടി എനിക്ക് ഫാന്റാസ്റ്റിക് ഫോർ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. കാരണം പടം കൊള്ളാം. അതായത് എന്റർടൈൻമെന്റ് ആണ്. 2 മണിക്കൂറിൽ താഴെ എന്തോ ഉള്ളൂ. വളരെ എന്റർടൈൻമെന്റ് ആയിട്ട് പോകുന്ന ഒരു പടം തന്നെയാണ്.